നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചന്ദ്രലേഖ വക്കീലായിരിക്കും. ആണെങ്കിൽ ഓ, എന്നെ പൂട്ടുന്ന കാര്യമായിരിക്കും. അയ്യോ അല്ലടാ, കോടതിയിൽ നിന്ന് നിനക്കേ പട്ടും വളയും വാങ്ങിച്ചിരുന്ന കാര്യമായിരുന്നു. എന്റെ ദേവികേ, ദേവൂട്ടി, നീ എത്ര കടന്ന് തുള്ളിയാലും പൊന്നുമണി കേസിൽ എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. പഴുതടച്ച് പണിയെടുക്കുന്നവനാ ശരത്ത്. ആയിക്കോട്ടപ്പാ. എനിക്ക് രക്ഷപ്പെടാനുള്ള ലൂപ്പ് ഹോളുകൾ കണ്ടെത്തിയിട്ടേ ഞാൻ കളത്തിലിറങ്ങാറുള്ളൂ. എമർജൻസി എക്സിറ്റ്. അതെനിക്കറിയാം. പക്ഷേ നീ ദൈവത്തിന്റെ കൈയെന്ന് കേട്ടിട്ടുണ്ടോ? നിന്നെപ്പോലുള്ള ചെകുത്താന്മാർക്ക് മുൻപിൽ പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അദൃശ്യക്കാരം. ഇവിടെയും അങ്ങനൊന്ന് നടക്കും. DNA ടെസ്റ്റ്. ഇനിയിപ്പോ അതിന് നിൽക്കാതെ നീ ഭയന്ന് നാട് വിടുവാണെങ്കിലേ നിത്യം രക്ഷപ്പെട്ടു. ശരത്തേട്ടൻ എന്തിനാ ഏത് സമയം വയലന്റ് ആവുന്ന ഈ ഭ്രാന്തിയോട് സംസാരിക്കുന്നേ? ഞങ്ങൾ സംസാരിച്ചത് എന്താണെന്നാണോ നിത്യക്കുട്ടിക്ക് അറിയേണ്ടത്? ഞങ്ങളെ നിത്യക്കുട്ടിയുടെ ശരത്തേട്ടന്റെ കുഞ്ഞിനെ, അതായത് ശരത്തേട്ടന് പൊന്നുമണിയിൽ ജനിച്ച കുഞ്ഞിനെ ഏത് സ്കൂളിൽ ചേർക്കണം, ഭാവിയിൽ ആരാക്കണം എന്നൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു അല്ലേടാ? ശരത്ത് പറയുവാണേ കുഞ്ഞിനെ തൽക്കാലം pre-KG വിടാന്ന്, അത് കഴിഞ്ഞ് സെൻട്രൽ സിലബസിനെ കുറിച്ച് ചിന്തിക്കാന്നൊക്കെ. തോന്നിവാസം പറയരുത്. അടങ്ങി നിക്കടി. നിന്റെ ശരത്തേട്ടനോട് പറഞ്ഞോണ്ടിരുന്നതേ DNA ടെസ്റ്റിനെ കുറിച്ചാ. പൊന്നുമണിയുടെ കുഞ്ഞിന്റെ അച്ഛൻ ശരത്താണെന്ന് തെളിയിക്കാൻ കോടതി നടത്തുന്ന പരിശോധനയെ കുറിച്ച്. മനസ്സിലായോ? നിങ്ങള് DNA, ജീൻ എന്നൊക്കെ പറഞ്ഞ് ആരെയും ഭയപ്പെടുത്തൊന്നും വേണ്ട. തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കഷ്ടം. നിന്നെ ഓർത്തെനിക്ക് സഹതാപേ ഉള്ളൂ. സത്യത്തിൽ ഇവനെ അല്ല, നിന്നെയാ പിടിച്ച് ജയിലിലിടേണ്ടത്. തലയ്ക്ക് വെളിവില്ലാത്തവര് ഇങ്ങനെ കിടന്ന് പൊലമ്പിക്കൊണ്ടേയിരിക്കും. ശരത്തേട്ട വന്നേ, വാ. നിത്യക്കുട്ടി, ഒരു മിനിറ്റ്. കൊച്ചു ഭൂമിയിലുണ്ടെങ്കിലല്ലേ DNA ടെസ്റ്റ് നടക്കൂ. ആ കാര്യം കൂടെ വക്കീലിനോട് ചോദിച്ചൊന്ന് ഉറപ്പ് വരുത്തിക്കും. നിത്യക്കുട്ടി, വാ. ആന്റിബയോട്ടിക് കണ്ടിന്യൂ ചെയ്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഡോക്ടർ നിരഞ്ജനോട് മരുന്ന് കഴിക്കേണ്ടതിനെ കുറിച്ച് ഉപദേശിക്കാന്ന് പറഞ്ഞ അതിനേക്കാൾ വലിയ സാഹസം വല്ലതും ഉണ്ടോ? ഏയ്, അങ്ങനെയൊന്നും കരുതണ്ട. ഞാൻ ഇവിടെ പേഷ്യന്റ് അല്ലേ. ഇൻഫെക്ഷൻ ഉണ്ടാവാതെ സൂക്ഷിക്കണം. ഡ്രൈവിംഗ് ഒക്കെ കുറച്ചു കഴിഞ്ഞു മതി. പിന്നെ ശുശ്രൂഷിക്കാൻ തയ്യാറായി അക്ഷര മേഡത്തെ പോലൊരു ഭാര്യ ഇങ്ങനെ അടുത്ത് നിൽക്കുമല്ലേ, പിന്നെ എന്തു വേണം? അക്ഷര എപ്പോഴും അങ്ങനെ എന്നെ ഒരുപാട് കെയർ ചെയ്യാറുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിയേക്കട്ടെ. ഓക്കെ. താങ്ക് യു. അല്ല, നമ്മളെങ്ങനെ പോവും? ഒരു ടാക്സി വിളിക്കാം. ടാക്സിയോ? വണ്ടിയുമായി സ്വാമിയെ പറഞ്ഞു വിടാന്ന് ഡാഡി പറഞ്ഞിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? എനിക്കങ്ങനെ തോന്നി. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോ സ്വാമിയെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആക്രമണം നടന്ന രാത്രി നമ്മൾ വഴിയിൽ നിന്നപ്പോ സ്വാമിയുടെ ഒരു ഫോൺ കോൾ വന്നാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. ആ രാത്രി പോലും വീട്ടിൽ വെച്ച് നമ്മളോട് സംസാരിച്ച സ്വാമി പെട്ടെന്നൊരു ഉൾവിളി പോലെ ഫോൺ വിളിച്ച് പിറ്റേന്നത്തെ നമ്മുടെ താലികെട്ടിന് വരുന്നില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവസാനം സ്വാമി ചോദിച്ച ചോദ്യം എന്താ? നമ്മൾ എവിടെ എത്തിയെന്ന്. നിങ്ങൾ കൃത്യമായ മറുപടിയും പറഞ്ഞു. നമ്മൾ ജനതാ റോഡിലേക്ക് തിരിഞ്ഞുവെന്ന്. അതെ, ഈ ജനതാ റോഡിൽ വെച്ച് തന്നെയല്ലേ ആക്രമണം ഉണ്ടായത്? അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്വാമിയുടെ ഒരു ഇടപെടല് ഇതിന് പിന്നിലുണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്താ അക്ഷര,
നമുക്കൊരാളെ സംശയിക്കാം, പക്ഷെ അതൊരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാവരുത്. സ്വാമി എന്നെ ആക്രമിക്കാനോ ഒരിക്കലും നടക്കാത്ത കാര്യം അങ്ങനെ ചിന്തിക്കേ വേണ്ട. സ്വാമി ആക്രമിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. സ്വാമിക്ക് എന്തെങ്കിലും ഒരു അറിവ്? ഒരറിവുമില്ല. ഈ ഒരു സംശയം നിന്റെ മനസ്സിൽ നിന്ന് നീ പാടെ അങ്ങ് മാറ്റിയേക്ക്. സ്വാമി വണ്ടിയുമായിട്ട് വരണമെങ്കിൽ വേണ്ട, ടാക്സി വിളിച്ച് നമുക്ക് പോവാം. പക്ഷേ അത് മനസ്സിലെ കരടും കറയുമെല്ലാം കഴുകി കളഞ്ഞിട്ടാവണം. ആ ശരി. പക്ഷേ സ്വാമി ഒരു വിശുദ്ധനാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആ പിന്നാലെ തന്നെ എന്റെ കണ്ണുകൾ ഉണ്ടാവും, ഉറപ്പ്. ഇന്ന് ഡോക്ടർ നിരഞ്ജൻ ഡിസ്ചാർജായി വീട്ടിലെത്തും. അതുകൊണ്ട് തന്നെ എല്ലാ ശ്രദ്ധയും അവിടെ ആയിരിക്കും. മനസ്സിലായി സാർ. പൊന്നുമണി കമ്പ്യൂട്ടർ പഠിത്തത്തിനിറങ്ങും. തന്ത ശങ്കരൻ കടത്ത് വരെ കൂട്ടുവരാനാണ് സാധ്യത. അല്ലെങ്കിൽ ചിലപ്പോ അയാൾ മരുമകനെ ആശുപത്രി എഴുന്നള്ളിക്കാൻ പോവായിരിക്കും. അപ്പൊ വീട്ടില് അമ്മാവും കുളന്തയും മാത്രം. എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ ചോര വീഴാതെ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന, ഞാൻ മനസ്സിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ന്യായങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഈ കഥ നിൽക്കത്തില്ല. തരും സാർ. സാർ, ഞാൻ കബനിക്കൊപ്പം എവിടെ വരെ പോണം സാർ? കടത്തിനിപ്പുറം. കബനി ഒറ്റയ്ക്ക് കായൽ കടന്നാ മതി. കുഞ്ഞുമായി എത്തുമ്പോ സ്വീകരിക്കാൻ നീ അങ്ങ് നിന്നാ മതി. ഏത് വണ്ടിയാന്ന് പറഞ്ഞില്ല. ഈ ഓപ്പറേഷന് വേണ്ടി നിനക്ക് ക്യാരവാനൊന്നും തരാൻ പറ്റത്തില്ല. തന്നെയുമല്ല, ഒരു വാഹനം ഒരു കാരണവുമില്ലാതെ ആ സ്ഥലത്തെത്തിയ നാട്ടുകാര് സംശയിക്കും. അപ്പോ വണ്ടി വേണ്ടെന്നല്ല, ശരവണൻ കാറുമായി ഞാൻ പറഞ്ഞതുപോലെ സാമ്പ്രാണിക്കുടി കടത്തിന് 1 കിലോമീറ്റർ ഇപ്പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. കബനി കുഞ്ഞുമായി തിരികെ എത്തുമ്പോൾ പിക്ക് ചെയ്യാം. ഓക്കെ സാർ. കൊച്ചിന്റെ കരച്ചിൽ പ്രശ്നമാവാൻ നോക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ. ഇനി എങ്ങാനും പ്രശ്നമായ കുളന്ത ഇല്ലാതായ പോരെ? എനിക്ക് എന്റെ മുടിഞ്ഞ തലവേദന ഒന്നും ഇല്ലാതായാൽ മതി. ആ വീട് മുറ്റത്ത് ഒരു കിണറുണ്ട് സാർ, നിറയെ വെള്ളമുള്ള കിണർ. നീ ഇറങ്ങുവാണോ? എന്നാലും അച്ഛൻ വെളുപ്പിന് എന്നോടൊന്ന് പറയാ പോലും ചെയ്യാതെ പോയത് ശരിയായില്ല. നിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി ശങ്കരേട്ടൻ നേർന്ന നേർച്ച പാൽക്കുടവും എടുത്ത് പളനിമല കയറിക്കോളാന്ന്. പോയിട്ട് വരട്ടെ. എന്നാലും എന്നോടൊന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. വെളുപ്പിനെ നിന്നെ വിളിച്ചുണർത്തിയ കുഞ്ഞു ഉണരും.